എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ DB, MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വളരെ നല്ലൊരു ആഴ്ചയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഈ ആഴ്ച. കാരണം നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് ഈ അമേരിക്കൻ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളിലും ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ചൈനീസ് മാർക്കറ്റിൽ മാത്രമാണ് ഈ ആഴ്ച ഒരു വീക്ക് ക്ലോസിങ് നമ്മൾ കണ്ടത്. മറ്റ് എല്ലാ മാർക്കറ്റുകളും അമേരിക്കൻ മാർക്കറ്റിൽ റെക്കോർഡ് ഹൈയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. നമ്മൾ വെള്ളിയാഴ്ച നിഫ്റ്റി റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെ ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റുകൾ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്ത ഒരാഴ്ചയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെയാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ മെറ്റൽ ഫ്യൂച്ചേഴ്സും വീക്ക് ടു വീക്ക് താഴെയാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കയിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഈ ആഴ്ച US ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് സംബന്ധിച്ചിട്ടുള്ള ഡിസിഷനിലായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചൊന്നുമില്ല. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ വെള്ളിയാഴ്ച വന്നിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ, ജോബ് ക്രിയേഷൻ ഡാറ്റയൊക്കെ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ എക്കണോമി വളരെ വളരെ സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. പക്ഷേ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ ബിലോ എക്സ്പെക്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ US ഫെഡ് വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനുള്ള ഡിസിഷനൊന്നും എടുക്കില്ല. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോൾ കട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഡൗട്ട് നിലനിൽക്കുകയാണ്. കാരണം അമേരിക്കൻ എക്കണോമി സ്ട്രോങ് ആവുകയാണെങ്കിൽ വീണ്ടും ഇൻഫ്ലേഷൻ കൂടിയേക്കാം. അതുകൊണ്ട് US ഫെഡ് ഡിസിഷൻ ഒരു പക്ഷേ ഡിലേ ചെയ്തേക്കാം എന്നുള്ള ഒരു തിങ്കിങ് ഒക്കെ അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. എന്നിരുന്നാലും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ടെക്നോളജി സ്റ്റോക്കുകൾ വലിയ രീതിയിലാണ് മുന്നേറുന്നത്. പ്രത്യേകിച്ച് മാഗ്നിഫിസൻറ്റ് 7 കാറ്റഗറിയിലുള്ള 7 സ്റ്റോക്കുകളിലെ ടെസ്ലയും അതുപോലെ തന്നെ ആപ്പിൾ ഒഴികെയുള്ള മറ്റ് സ്റ്റോക്കുകളൊക്കെ പുതിയ റെക്കോർഡായി ഹിറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മെറ്റ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രം ഉണ്ടാക്കിയിട്ടുള്ള വാല്യുവേഷൻ ഡിഫറൻസ് ഗെയിൻ $196.8 ബില്യൺ ആണ്. ഇത് ലോകത്തിലെ സ്റ്റോക്ക് മാർക്കറ്റ് ചരിത്രത്തിൽ ഒരു കമ്പനി ഒരു ദിവസം നേടുന്ന ഗെയിൻ റെക്കോർഡ് ഗെയിനായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് റെക്കോർഡ് ഗെയിൻ ഉണ്ടാക്കിയിട്ടുള്ള ആപ്പിളാണ് നവംബർ 10, 2022 $190.9 ബില്യൺ ആണ്. അതിനു മുമ്പ് ഫെബ്രുവരി 4, 2022 ഫെബ്രുവരി 4 ആമസോൺ $190.8 ബില്യൺ ഗെയിൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ മെറ്റയുടെ $196.8 ബില്യൺ ഗെയിൻ വെള്ളിയാഴ്ചത്തെ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിലത്തെ റെക്കോർഡാണ്. ഒപ്പം മെറ്റ സ്റ്റോക്കും റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റ് ഓൾ ടൈം ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആമസോണും ഓൾ ടൈം ഹൈയിലാണ്. NVIDIA വീണ്ടും ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് ഓൾ ടൈം ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ മോസ്റ്റ് വാല്യുബിൾ സ്റ്റോക്ക് മൈക്രോസോഫ്റ്റ് ആണ്. $3.06 ട്രില്യൺ ആണ് മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ആപ്പിൾ താഴെ പോയിരിക്കുകയാണ്, $2.87 ട്രില്യൺ താഴെ വന്നിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളിത് പ്രിഡിക്റ്റ് ചെയ്തിരുന്നു. അടുത്ത മാസങ്ങളിൽ ആപ്പിളിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മൈക്രോസോഫ്റ്റ് മാർക്കറ്റ് ക്യാപ്പിൽ മുന്നേറുമെന്നുള്ളൊരു പ്രഡിക്ഷൻ നമ്മൾ നടത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ഒരു വർഷം മുമ്പ് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് സെമിനാറുകൾ നടത്തി ഇപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ ആ ലെവലിൽ നിന്ന് 150, 200% ഒക്കെ റിട്ടേൺ ആണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് സ്റ്റോക്കുകളെല്ലാം തന്നെ. അപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന ന്യൂസുകളെല്ലാം തന്നെ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിന് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ എമർജിംഗ് പോർട്ട്ഫോളിയോ റിസർച്ച് പറയുന്നത് ജനുവരി 27 അവസാനിച്ച ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇൻഫ്ലോ വന്നിട്ടുള്ളത് അമേരിക്കൻ ഫണ്ടുകൾ, അതായത് ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അമേരിക്കൻ ഫണ്ടുകളിലേക്ക്, അതുപോലെ തന്നെ ജാപ്പനീസ് ഫണ്ടുകളിലേക്ക്, ഇന്ത്യ ഡെഡിക്കേറ്റഡ് ഫണ്ടുകളിലേക്ക്, ഈ ചൈനീസ് ഫണ്ടുകളിലേക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ വന്നിരിക്കുന്നത്. ഇതിനൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ചൈനീസ് മാർക്കറ്റുകൾ വെള്ളിയാഴ്ച 5 ഇയർ ലോയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വെള്ളിയാഴ്ച മോർണിംഗിൽ നല്ല രീതിയിൽ മുന്നേറിയത് ക്ലോസിംഗ് ലെവലിൽ വലിയ രീതിയിലുള്ള ക്രാഷാണ് ചൈനയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫണ്ട് ഇൻഫ്ലോൻ്റെ ഇമ്പാക്റ്റ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ
ഏറ്റവും വേസ്റ്റ് സമയത്താണ് സ്റ്റോക്കുകൾ വാങ്ങേണ്ടത് ചൈനയുടെ കാര്യത്തിൽ. ഇപ്പോഴതാണ് സ്ഥിതി. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ ചൈനയിൽ ബൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചൈനീസ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ് ചൈനയ്ക്ക് പുറത്തുള്ള US സ്റ്റോക്കുകളിലും ജാപ്പനീസ് സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഫണ്ട് പുറത്തേക്ക് എടുക്കുന്നത്. അതേസമയം ചൈനീസ് ഗവൺമെൻറ് ചൈനീസ് സ്റ്റോക്കുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ചൈനീസ് മാർക്കറ്റ് അടുത്ത മാസങ്ങളിലൊക്കെ റിക്കവറി എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് നമുക്കുള്ളത്. ഒപ്പം ചൈനയിൽ നിന്ന് വരുന്ന എക്കണോമിക് ന്യൂസുകളൊന്നും അത്ര പോസിറ്റീവ് ഒന്നുമല്ല. കാരണം പോർക്കിൻ്റെ പ്രൈസാണ്. പോർക്കാണ് ഏറ്റവും കൂടുതൽ ചൈനീസ് പീപ്പിൾ യൂസ് ചെയ്യുന്ന മീറ്റ്. എല്ലാ ഡിഷസിലും ഓൾമോസ്റ്റ് പോർക്ക് ഉണ്ടാവും. ലോകത്തിലെ പോർക്കിൻ്റെ കൺസംഷൻ നോക്കുകയാണെങ്കിൽ 50% കൺസംഷൻ ചൈനയിലാണ്. ചൈനയുടെ പോർക്ക് പ്രൈസ് താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഇപ്പോൾ മീറ്റ് വാങ്ങുന്നതിന് പകരം വെജിറ്റേറിയൻ ഫുഡിലേക്ക് മാറുന്നു. അവർ തന്നെ വളരെ കോഷ്യസ് ആണെന്നുള്ള ന്യൂസൊക്കെയാണ്. അപ്പോൾ ചൈനയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയിലും പോർക്കിനും ഉണ്ട് ഒരു വെയിറ്റേജ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് ചൈനയിൽ ഡിഫ്ലേഷനാണ്. ഇതും ചൈനീസ് എക്കണോമിയുടെ ഒരു പരിതാപകരമായ സിറ്റുവേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ചൈനീസ് ഇൻവെസ്റ്റേഴ്സ് പുതിയ ഫോറിൻ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നത്. എന്നിരുന്നാലും ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് അടുത്ത മാസങ്ങളിൽ റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യതകളൊക്കെയാണ് കാണുന്നത്. ഇനി EV രംഗത്ത് വരുന്നൊരു ന്യൂസ് എന്ന് പറയുന്നത് ജർമ്മനിയിൽ നിന്ന് വന്നൊരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് EV രംഗത്തിന് അത്ര പോസിറ്റീവ് ഒന്നല്ല. കാരണം കഴിഞ്ഞ 8 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ EV വെഹിക്കിൾസ് അഡോപ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നായിരുന്നു ജർമ്മനി. അപ്പോൾ ആ ജർമ്മനിയിൽ നിന്ന് വന്ന ന്യൂസുകൾ എന്ന് പറയുന്നത് ഈ വർഷം 14% ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ സെയിൽസ് കുറവാകുമെന്നാണ് പറയുന്നത്. ജനങ്ങൾ ഹൈബ്രിഡ് വെഹിക്കിളിലേക്കും മറ്റ് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ വെഹിക്കിളിലേക്കും മാറുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അഭാവം, അതുപോലെ തന്നെ ഹയർ പ്രൈസാണ്. EV വെഹിക്കിൾസിൻ്റെ ഹയർ പ്രൈസൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ന്യൂസ് ഒരു കോസ് ഫോർ കൺസേൺ ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ന്യൂസാണെന്ന് മാത്രം. ഇനി നമ്മൾ ഓവറോൾ നമ്മുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആഴ്ച ഇൻ്ററിം ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ഇൻ്ററിം ബഡ്ജറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഫിസിക്കൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റിന്യൂവബിൾ എനർജി രംഗത്ത് വലിയ രീതിയിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന പ്രപ്പോസലുകൾ ഈ ബഡ്ജറ്റിലുണ്ട്. ക്യാപെക്സിന് ഊന്നൽ നൽകി. കഴിഞ്ഞ വർഷം 10 ലക്ഷം കോടിയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് നീക്കി വെച്ചിരുന്നത്. ഓൾമോസ്റ്റ് 95% യൂസ് ചെയ്ത് കഴിഞ്ഞു. ഈ വർഷം ക്യാപെക്സ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് 11.1 ലക്ഷം കോടിയാണ്. ഇതിനർത്ഥം ഗവൺമെൻറ് വളരെ സ്ട്രോങ് ആയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പുഷ് ചെയ്യാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ഗവൺമെൻറ് പ്രാമുഖ്യം നൽകുന്നതെന്നാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. കാരണം ഗവൺമെൻറ് ക്യാപെക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് PSU കമ്പനികളിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ PSU രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഓയിൽ മാർക്കറ്റിൻ്റെ രംഗത്തും ക്യാപെക്സ് കൂട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ രംഗത്തും ക്യാപെക്സ് റിലേറ്റഡ് ഇൻക്രീസ് വന്നിട്ടുണ്ട്. PM ആവാസ് യോജനയ്ക്ക് നല്ല രീതിയിൽ അലോക്കേഷൻ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോളാർ സെമി കണ്ടക്ടർ രംഗത്തും നല്ല രീതിയിലുള്ള അലോക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് ഇൻ്ററിം ബഡ്ജറ്റിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡയറി ഡെവലപ്മെൻറ്റിനുള്ള പ്രപ്പോസൽസ് ഉണ്ട്, അക്വാകൾച്ചർ ഡെവലപ്മെൻറ്റിനുള്ള പ്രപ്പോസൽസ് ഉണ്ട്. ഇതൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് എക്കണോമിക്കും ഇന്ത്യൻ കോർപ്പറേറ്റ്സിനും നൽകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്ററിം ബഡ്ജറ്റ് ഒരു പ്രോമിസിങ് ബഡ്ജറ്റായിട്ട് കാണാം. ജൂലൈയിൽ വരാൻ പോകുന്ന ഫുൾ ബഡ്ജറ്റിലും ഈ പ്രപ്പോസലുകളുടെ ഒരു എക്സ്പാൻഡ് വേർഷൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ധാരാളം അഡീഷണൽ വേർഷൻസൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് റിന്യൂവബിൾ എനർജി രംഗത്ത്, സോളാർ റൂഫ് ടോപ്പ് ഇൻസ്റ്റലേഷൻ രംഗത്ത്, റെയിൽവേ റിലേറ്റഡ് രംഗത്തൊക്കെ വളരെ പോസിറ്റീവാണ്. ഇൻ്ററിം ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് റെയിൽവേ സെക്ടറിനാണ്. റെയിൽവേക്ക് 3 റെയിൽ കോറിഡോറുകളാണ് വരുന്നത്. 40,000 എക്സിസ്റ്റിംഗ് ബോഗികൾ വന്ദേ ഭാരത് ബോഗികളായിട്ട് മാറ്റാൻ പോവുകയാണ്. ഇതൊക്കെ റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന പ്രപ്പോസലുകളൊക്കെയാണ്. അപ്പോൾ ഓവറോൾ നമ്മുടെ
ഇൻ്ററിം ബഡ്ജറ്റ് നമ്മുടെ മാർക്കറ്റിന് വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് ബഡ്ജറ്റിന് ശേഷം വെള്ളിയാഴ്ച റിയാക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ അടുത്ത ആഴ്ചയിലും ഒരു കൺസോൾട്ടേഷൻ മോഡാണ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ Q3 റിസൾട്ടുകൾ വന്നിട്ടുള്ള നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള റിസൾട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ടുകൾ ഇന്ന് അടക്കം വന്നിട്ടുള്ള റിസൾട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് ഈ ആഴ്ച വന്നിട്ടുള്ള ടാറ്റ മോട്ടേഴ്സിൻ്റെ ആണ്. അതുപോലെ തന്നെ അഡാനി എൻ്റർപ്രൈസസ്, അഡാനി പോർട്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഈ കമ്പനികളൊക്കെയാണ് പ്രോമിസിങ് ആയിട്ടുള്ള റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അഡാനി എൻ്റർപ്രൈസസിൻ്റെ റിസൾട്ട് ഫാബുലസ് ആണ്. അതോടൊപ്പം തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കൻ ഫണ്ടുകൾ അഡാനി എൻ്റർപ്രൈസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ടാർജറ്റ് 4368 ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ്. ഇത് വളരെ വിരോധാഭാസമാണ്. അമേരിക്കയിൽ നിന്നുള്ള ഹിൻഡൻബർഗാണ് അഡാനിനെ കുറിച്ച് ഒരു വർഷം മുമ്പ് വലിയ അലഗേഷനൊക്കെ ഉയർത്തിയത്. ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടിയാണ് ഈ ടാർജറ്റ് പ്രൈസ് ഇൻക്രീസ്. ഒപ്പം അഡാനി പോർട്ടിൻ്റെ റിസൾട്ടും എക്സലൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഭാവിയിൽ അഡാനി എൻ്റർപ്രൈസസിൽ നിന്നും അതുപോലെ തന്നെ അഡാനി പോർട്ടിൽ നിന്നും ഡീമർജർ പ്രതീക്ഷിക്കാം. അഡാനി പോർട്ടിൽ അഡാനി ലോജിസ്റ്റിക്സ് ഒരു പക്ഷേ ഡീമർജർ ചെയ്യാവുന്ന ഒരു സബ്സിഡിയറിയാണ്. അതോടൊപ്പം തന്നെ 6-7 ഡീമർജർ നമുക്ക് അഡാനി എൻ്റർപ്രൈസസിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് വന്നിട്ടുള്ള റിസൾട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ടാണ്. 7100 കോടി രൂപയുടെ വൺ ടൈം ഹിറ്റ് ഉണ്ട്. പെൻഷൻ ഫണ്ട് റിലേറ്റഡ് ഹിറ്റാണ്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. കൺസോളിഡേറ്റഡ് റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലൊക്കെ റിഡക്ഷൻ വന്നിട്ടുണ്ട് ക്വാർട്ടർ ടു ക്വാർട്ടർ, അതുപോലെ തന്നെ ഇയർ ടു ഇയർ ഒക്കെ നോക്കുകയാണെങ്കിൽ. പക്ഷേ ഇത് കാര്യമായിട്ടുള്ള രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് തോന്നുന്നില്ല. എന്നിരുന്നാലും ഒരു പക്ഷേ ഒരു വൊളാറ്റിലിറ്റി സ്റ്റോക്കിൽ കാണിച്ചേക്കാം. ഓവറോൾ റിസൾട്ട് എക്സലൻ്റ് റിസൾട്ട് തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും വന്നിരിക്കുന്നത്. PNB അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ നല്ല റിസൾട്ടാണ് ഈ ആഴ്ച കാഴ്ചവെച്ചിട്ടുള്ളത്. ഏറ്റവും ഫാബുലസ് റിസൾട്ട് ടാറ്റ മോട്ടർ തന്നെയാണ്. ടാറ്റ മോട്ടറിൻ്റെ Q3 കൺസോളിഡേറ്റ് നെറ്റ് പ്രോഫിറ്റ് 2.5 ടൈംസ് ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. എക്സ്പെക്റ്റേഷൻ 4600 4670 കോടിയൊക്കെ ആയിരുന്നു. പക്ഷേ കൺസോളിഡേറ്റ് നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന 7025 കോടിയാണ്. എല്ലാ പാരാമീറ്റേഴ്സിലും ടാറ്റ മോട്ടോഴ്സിൻ്റെ റിസൾട്ട് എക്സലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ടാറ്റ മോട്ടോഴ്സ് 2008 JLR അക്വയർ ചെയ്തപ്പോൾ രത്തൻ ടാറ്റയുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നോക്കാം, അല്ലെങ്കിൽ രത്തൻ ടാറ്റയുടെ വിഷനെ കുറിച്ചൊന്ന് നമുക്കൊന്ന് വിലയിരുത്താം. അദ്ദേഹത്തിൻ്റെ വിഷൻ കറക്റ്റായിരുന്നു, അതായിരുന്നു ശരി എന്നാണ് ഇപ്പോഴത്തെ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2008 ടാറ്റ മോട്ടോഴ്സ് JLR ടേക്ക് ഓവർ ചെയ്യുമ്പോൾ മോർഗൻ സ്റ്റാൻലി ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഒരു ഹിപ്പോക്രറ്റിക് സ്റ്റേറ്റ്മെൻറ്റാണ്. മോർഗൻ സ്റ്റാൻലി എന്ന് പറഞ്ഞത് ഇത് വളരെ നെഗറ്റീവാണ് ടാറ്റ മോട്ടോഴ്സ് എന്നാണ്. നിങ്ങൾക്ക് ബ്രൗസ് ചെയ്ത് നോക്കിയാൽ അറിയാം. പക്ഷേ ഈ പ്രഡിക്ഷനൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം 2008 രത്തൻ ടാറ്റ മോട്ടോഴ്സ് JLRനെ ടേക്ക് ഓവർ ചെയ്യുന്നത് $2.3 ബില്യൺ അന്ന് $1 എക്സ്ചേഞ്ച് റേറ്റ് 42.40 രൂപയാണ് എക്സ്ചേഞ്ച് റേറ്റ്. ഇന്ന് $1 വിനിമയ നിരക്ക് 83 രൂപയാണ്. ഇതിനെ ഹാഫ് പ്രൈസിലാണ് രത്തൻ ടാറ്റ മോട്ടർ JLRനെ ടേക്ക് ഓവർ ചെയ്തത്. അതായത് ഏകദേശം 9750 കോടി രൂപയ്ക്കാണ് ടേക്ക് ഓവർ ചെയ്തത്. ആ ടേക്ക് ഓവറോട് കൂടി നമുക്ക് ടാറ്റ മോട്ടോഴ്സിന് JLRൻ്റെ ടെക്നോളജി കിട്ടുകയാണ്. ആ ടെക്നോളജിയാണ് ഇന്ന് ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രോഡക്റ്റുകളിൽ നമ്മൾ കാണുന്നത്. ഇത് ഗ്ലോബൽ പ്രോഡക്റ്റുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ജാഗോർ നോക്കുകയാണെങ്കിൽ ജാഗോർ 1922 UK ബ്രാൻഡാണ്. ഫോർഡ് മോട്ടോർ കോർപ്പറേഷൻ്റെ കയ്യിലായിരുന്നു ടാറ്റ മോട്ടോഴ്സ് ജാഗോർ ലാൻഡ് റോവർ വാങ്ങുമ്പോൾ. അതുപോലെ JLR നോക്കുകയാണെങ്കിൽ JLR 1948 പ്രോഡക്റ്റാണ്. ഇതൊക്കെ ബ്രിട്ടീഷ് ലൈലൻഡ് കമ്പനിയിൽ നിന്ന് ഫോർഡ് മോട്ടോർ കോർപ്പറേഷൻ മോട്ടോർ കമ്പനി വാങ്ങി. ഫോർഡ് മോട്ടോർ കോർപ്പറേഷന് കമ്പനിക്ക് 2007 ഹ്യൂജ് ലോസ് വന്നപ്പോൾ അവർ JLR വിൽക്കാനായിട്ട് തീരുമാനം എടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ രത്തൻ ടാറ്റ JLRനെ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ടേക്ക് ഓവർ ചെയ്യുന്ന കൊല്ലം
ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രൈസ് 562 രൂപ 95 പൈസയാണ്. 10 രൂപയായിരുന്നു അന്ന് ഫേസ് വാല്യൂ. 2011 2 രൂപയായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്. 2008 1:6 റൈറ്റ് ഇഷ്യൂ കൊടുത്തു. അതുപോലെ തന്നെ 2015 6:109 റൈറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറെ ക്യാപിറ്റൽ അഡീഷനോ അല്ലെങ്കിൽ ഇക്വിറ്റി അലോക്കേഷനോ ഒന്നും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ടേൺ ഓവർ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോർ JLRനെ ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് ടാറ്റ മോട്ടറിൻ്റെ ടേൺ ഓവർ $8.8 ബില്യൺ ആണ്. ഇന്ന് ടാറ്റ മോട്ടറിൻ്റെ ടേൺ ഓവർ $43.65 ബില്യൺ ആണ്. അപ്പോൾ ടാറ്റ മോട്ടറിനെ സംബന്ധിച്ച് വളരെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു അക്വിസിഷൻ തന്നെയാണ് JLR എന്നുള്ളത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. രത്തൻ ടാറ്റയുടെ വിഷൻ കറക്റ്റായിരുന്നു. അന്നത്തെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ റിസർച്ച് ഹൗസസിൻ്റെ കമൻറ്റുകൾ റോങ് ആയിരുന്നു എന്ന് ഇപ്പം നമുക്ക് കാണാം. ഇതോടൊപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ JLRന് സ്റ്റീൽ സപ്ലൈ ചെയ്തിരുന്ന കോറ സ്റ്റീലും ടേക്ക് ഓവർ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ബ്രിട്ടനിലത്തെ ഏറ്റവും വലിയ ടീ മാനുഫാക്ചറും പ്രൊഡ്യൂസിങ് കമ്പനിയായ ടെറ്റ്ലീനും ടേക്ക് ഓവർ ചെയ്തിരുന്നു ടാറ്റ കൺസ്യൂമർ. അപ്പോൾ ഈ 3 അക്വിസിഷൻസ് വളരെ ഫാബുലസ് ആയിരുന്നു ടാറ്റ ഗ്രൂപ്പിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ യശസ് ഉയർത്തിയിട്ടുള്ള അക്വിസിഷൻസും കൂടിയായിരുന്നു. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് ടാറ്റ മോട്ടോർ സ്റ്റോക്ക് പ്രൈസിൽ തിങ്കളാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ മറ്റ് ന്യൂസ് ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻ്ററിം ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഗെയിലും എഞ്ചിനീയേഴ്സ് ഇന്ത്യയും ബോണസ് ഇഷ്യൂ നടത്തുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ 2 സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാം. കാരണം നല്ല Q3 റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ളതാണ് ഗെയിൽ. അതോടൊപ്പം തന്നെ എഞ്ചിനീയേഴ്സ് ഇന്ത്യയും നല്ല Q3 റിസൾട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസസിലൊരു മുന്നേറ്റം കാണാനുള്ള ചാൻസസ് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ലോസൊക്കെയാണ് മാർക്കറ്റിലുള്ളത്. നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. ഒപ്പം മറ്റ് പല കമ്പനി സ്പെസിഫിക് ന്യൂസുകളുണ്ട്. ഏഷ്യർ മോട്ടോഴ്സ് സ്മോൾ കമേഴ്ഷ്യൽ രംഗത്തേക്ക് കടക്കുകയാണ്. സ്മോൾ കമേഴ്ഷ്യൽ രംഗത്ത് 2 to 3.5 ടൺ റേഞ്ചിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ഇറക്കാൻ പോവാണ്. 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ ഇറക്കുന്ന പറയുന്നത്. അപ്പോൾ ഏഷ്യറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഒപ്പം റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് 2 വീലർ അവർ ആ ഇയർ തന്നെ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഫോഴ്സ് മോട്ടോർ അതുപോലെ തന്നെ 2000 കോടി രൂപ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. EV പ്രോഡക്റ്റുകളും അതുപോലെ തന്നെ ബയോ ഫ്യൂവൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാനാണ്. ഒപ്പം ഫോഴ്സ് മോട്ടോർ തന്നെയാണ് മെഴ്സഡസ് ബെൻസിനും BMW-നും റോൾസ് റോയ്സിനും ഒക്കെ ഇപ്പോഴും എഞ്ചിൻ നിർമ്മിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവെ ഈ ന്യൂസൊക്കെ ഫോഴ്സ് മോട്ടോഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോട്ടക് ഷെയർവെൽത്തിൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഫാബുലസ് ഇയറാണ് നമുക്ക് കടന്നു പോയിട്ടുള്ളത്. അപ്പം ഫാബുലസ് വീക്കാണ് ഈ ആഴ്ച. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ റെക്കമെൻഡേഷൻസ് ആസാദ് എഞ്ചിനീയറിംഗ് 2 ദിവസം കൊണ്ടാണ് 250 രൂപയാണ് ഷെയറിലുള്ള അപ്രീസിയേഷൻ വന്നത്. അതുപോലെ തന്നെ പ്രോട്ടിയാൻ ഗവർണൻസ് നമ്മുടെ പ്രീ ബഡ്ജറ്റ് പിക്കിലൊന്നായിരുന്നു. അതുപോലെ തന്നെ സുസ്ലോൺ നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ കറണ്ട് ലെവലിൽ നിന്ന് ഡബിൾ പ്രൈസാണ്. സുസ്ലോൺ ടേൺ അറൗണ്ട് കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ധാരാളം ഓർഡേഴ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡെറ്റ് ഫ്രീ കമ്പനിയും കൂടിയാവാണ്. അപ്പോൾ സുസ്ലോൺ നല്ല രീതിയിൽ മുന്നേറാം. അപ്പം നമ്മുടെ ബഡ്ജറ്റ് പിക്ക് 1 കീറ്റെക്സ് ആയിരുന്നു. 237 ആണെന്ന് നമ്മൾ ബഡ്ജറ്റ് റെക്കമെൻഡ് ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ 278 വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ അപ്രീസിയേഷൻ നമ്മുടെ പ്രീമിയം പിക്ക് യൂസ് ചെയ്യുന്ന നമുക്ക് കോട്ടക് ഷെയർവെൽത്തിൻ്റെ ക്ലയൻസിനെല്ലാം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിങ്സ് ഇൻഫ്രാവെഞ്ചർ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമ്മുടെ ടോപ്പിക്കുകളിലൊന്നാണ്. വീണ്ടും നമ്മുടെ ടോപ്പിക് തന്നെയാണ്. കറണ്ട് ലെവലിൽ നിന്ന് ഡബിൾ ലെവലിലേക്ക്, അതായത് 100% അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. റെഡി ടു ഈറ്റ് സെഗ്മെൻറ്റിലേക്കും കൂടി കിങ്സ് ഇൻഫ്ര കടന്നിരിക്കുകയാണ്. BSEയിൽ മാത്രമാണ് ലിസ്റ്റഡ് ഈ കമ്പനി. അതുപോലെ തന്നെ പ്രോട്ടിയാൻ ഗവർണൻസ് നോക്കുകയാണെങ്കിലും BSEയിൽ മാത്രമാണ്. കാരണം ഇത് NSDL ഗവർണൻസ് ആയിരുന്നു, പേര് മാറി വന്നിട്ടുള്ളതാണ്. ഈ സ്റ്റോക്ക് വളരെ പോസിറ്റീവായിട്ട് മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ഒപ്പം നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ള CDSL ആണ് അടുത്ത ഒരു ബിഗ് അപ്പ് മൂവിന്
തയ്യാറെടുത്ത് നിൽക്കുന്ന സ്റ്റോക്ക്. കാരണം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളും കൂടി ഡിമാറ്റ് ചെയ്യാണ് അവരുടെ ഷെയറുകളെല്ലാം തന്നെ. ഏറ്റവും മേജർ ബെനിഫിഷ്യറി CDSലാണ്. അപ്പോൾ CDSലും നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉള്ള സ്റ്റോക്കുകളാണ്. ഒപ്പം അയൺ ഓർ പ്രൈസ് വലിയ രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. NMDCക്ക് അത് പോസിറ്റീവാണ്. അതുപോലെ തന്നെ ടാറ്റാ സ്റ്റീൽ മെർജർ മറ്റ് സബ്സിഡിയറികളായിട്ട് ഓരോ സബ്സിഡിയറികളായിട്ട് മെർജർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ന്യൂസ് ഫ്ലോസ് വരുന്ന സ്റ്റീൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഇന്ത്യൻ ബഡ്ജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനുള്ള ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ള ഇന്ത്യൻ ബഡ്ജറ്റിൽ ഏറ്റവും ബെനിഫിഷ്യറീസ് ആവാൻ പോകുന്ന മെറ്റൽ സെക്ടറും കൂടിയാണ്. അതും വളരെ പോസിറ്റീവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ദിവസങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. പക്ഷെ നിങ്ങൾ ആരും വലിയ രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ കറണ്ട് ലെവലിൽ നിന്ന് നിഫ്റ്റിയിലോ സെൻസസിലോ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇന്ന് നമുക്ക് എലക്ഷൻ വരുന്നുണ്ട്, ജനറൽ ഇലക്ഷൻ വരികയാണ്. ഒപ്പം ജൂലൈയിൽ ബഡ്ജറ്റ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ട്. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വലിയ രീതിയിൽ ഫ്ലെയർ അപ്പ് ചെയ്യുകയാണെങ്കിൽ ചെറുതായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിൽ ഉണ്ടാവാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ മറ്റു പല ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് കാണാൻ ചാൻസസ് കുറവാണ്. മറിച്ച് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ക്രാഷൊക്കെ മാർക്കറ്റിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാവാം, നമുക്കും ഉണ്ടാവാം. അപ്പോൾ ഈ ആഴ്ചയിൽ നെഗറ്റീവായിട്ട് വന്നിട്ടുള്ള ന്യൂസ് പേടിഎമ്മിൻ്റെ ന്യൂസാണ്. പേടിഎമ്മിൻ്റെ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ലൈസൻസ് RBI ക്യാൻസൽ ചെയ്യുന്നതാണ് പറയുന്നത്. കാരണം മണി ലോണ്ടറിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബോട്ടം ഫിഷിംഗ് എന്നുള്ള നിലയ്ക്ക് മോർഗൻ സ്റ്റാൻലി വെള്ളിയാഴ്ച പേടിഎം ഷെയർ വാങ്ങിയിട്ടുണ്ട്. വീണ്ടും താഴെ പോവുകയാണെങ്കിൽ റിസ്ക് എടുക്കുന്ന ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ബോട്ടം ഫിഷിംഗ് നടത്താവുന്നതാണ്. പക്ഷേ ഒരു റെപ്യൂട്ടേഷണൽ ലോസ് വന്നിട്ടുണ്ട് പേടിഎമ്മിന്. പേടിഎമ്മിൻ്റെ പേയ്മെൻറ്റ് ബാങ്കും അതുപോലെ തന്നെ പേടിഎമ്മിൻ്റെ ഇപ്പോഴത്തെ ആപ്പും രണ്ടാണ്, രണ്ട് കമ്പനികളാണ്. അതുകൊണ്ട് ഫർദറായിട്ട് വലിയ രീതിയിലുള്ള ഒരു സിവിയർ ക്രാഷ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പേയ്മെൻറ്റ് മൺഡേയും ഒരു നെഗറ്റീവ് റിയാക്ഷൻ കാണിക്കാൻ ചാൻസസ് ഉണ്ട്. റെപ്യൂട്ടേഷണൽ ലോസ് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു ന്യൂസും കൂടിയാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ വളരെ നല്ലൊരു ആഴ്ചയായിരുന്നു ഈ ആഴ്ച. അടുത്ത ആഴ്ച നമുക്ക് നല്ല ആഴ്ചയായിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ്, പ്രത്യേകിച്ച് കോട്ടക് ഷെയർവെൽത്തിൻ്റെ ക്ലയൻറ്റുകൾക്ക്. കാരണം നമ്മുടെ പ്രീമിയം പിക്കുകൾ മാർക്കറ്റിൽ ഏത് തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായാലും അതിനെ അതിജീവിക്കുന്ന പിക്കുകളാണ്. അത് കഴിഞ്ഞ 2-3 വർഷത്തെ നമ്മുടെ പിക്കുകൾ നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അത്തരത്തിലുള്ള ഫാബുലസ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടിയിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും അത്തരത്തിലുള്ള അഡ്വൈസുകൾ നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.